അമ്മയ്ക്ക് ഇങ്ങനെ അമ്മ കള്ളു കുടിച്ചിട്ടില്ലേ? വണ്ടി ഓടിക്കണ്ട. എടി നിന്റെ തന്ത ചത്ത് 3 മാസമായപ്പോ മുതൽ ഈ വണ്ടി ഓടിച്ചു തുടങ്ങിയതാ. എനിക്കറിയാം എങ്ങനെ ഈ വണ്ടി ഓടിക്കണമെന്ന്. പോയി വണ്ടി കയറി. ആ ഉണ്ടളിനെ കൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് വന്നേ. ചെക്കനെ കൊണ്ടുവന്നു പോരുത്. നീ നീ വരുന്നില്ലേ? നീ ഹാപ്പി ആയില്ലേ? അമ്മേ പോണെന്ന് നിർബന്ധമുണ്ടോ? എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വണ്ടി കയറാ. ആ കേറില്ലോ അമ്പിളി. അമ്മേ എന്റെ പൊന്നളി അനിയൊക്കെ വണ്ടി റേഡിയാക്കി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക. പോണ്ടേ നമുക്ക് നമുക്ക് പോകുന്ന വഴിക്ക് അടിക്കാന്ന് വാന്ന് പോളി അങ്ങോട്ട് പോ. അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ. എന്തായാലും ഈ സംഭവം നമ്മുടെ നാട്ടുകാരെ അറിഞ്ഞാണ്. ഇനി അവിടെ പോയി ആ നാട്ടുകാരോട് അറിയിക്കണോ? സംഭവം നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിലും വാദി പ്രതിയാകും. ഞാൻ തൂങ്ങും. ഞാൻ ഉദ്ദേശിച്ചതേ നാളെ നേരം വെളുക്കുമ്പോ അമ്പിളി എന്താ പറഞ്ഞതെന്ന് അമ്പിളിക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല. ചില സമയത്ത് ഞാൻ എന്താ പറയണെന്ന് എനിക്ക് പോലും ഓർമ്മ ഇട്ടാറില്ല. പിന്നെയാണ് അമ്പിളിക്ക് അയ്യേ പട്ടി അടിക്കാനായിട്ട്. സുജിത് വാസുവിനെ ഷാറുഖ് ഖാനെയൊക്കെ നാളെ രാവിലെ കട്ടിത്തന്നാ മതിയോ? ഞാനിവിടെ പറഞ്ഞെടുത്തത് ചേച്ചി. ചില നേരത്തെ എനിക്ക് ഓർമ്മ. ചേച്ചിക്ക് നല്ല ഓർമ്മയാണ്. ഈ താങ്ക് ഗോഡ്. അമ്മേ അതാ ഞാൻ പറഞ്ഞത്. നാളെ നേരം വെളുക്കുമ്പോഴേക്കേ എല്ലാം ഒന്ന് കലങ്ങി തെളിയും. എന്നിട്ട് പോരെ നമുക്ക് അങ്ങോട്ട് പോവല്. ഇപ്പൊ വെറുതെ ഡീസൽ കത്തിക്കണോ? അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അതെ നീ ഒന്ന് വണ്ടി ഇറങ്ങിയേ. ഇറങ്ങ്. അമ്മ സീരിയസ് ആണ്. അമ്മ എല്ലാം കാര്യമായിട്ട്. അതെ നിന്റെ അളിയൻ ബാക്കിലെ വണ്ടി കൊണ്ട് വരുന്നുണ്ടല്ലോ. നിനക്ക് പോണെങ്കിലേ ആ വണ്ടി കയറി പൊക്കോ. ഞങ്ങള് പൊക്കോളാട്ടാ. അജി മുന്നോട്ട് വന്നിരുന്നേ. നീ ഒറ്റയ്ക്ക് നിൽക്കുമല്ലോ അല്ല? നീ വണ്ടി ആണാണോ പെണ്ണാണോ നോക്കണോടാ? വണ്ടി ഓടിക്കണേ? നീ അടിക്ക് നോക്കിയ സമയത്തൊന്ന് തോളെ താങ്ങിട്ട് ഞാൻ വലിച്ച് കരക്കിട്ടേനെ. പിന്നെ നിനക്ക് പറഞ്ഞൂടായിരുന്നോ പ്രാന്ത? പറഞ്ഞല്ലേ നീ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞപ്പോഴല്ലേ ഞാൻ ഇത് വണ്ടി എടുക്കാൻ വരട്ടെ. കുഴിയുണ്ടെന്ന്. നിനക്ക് വണ്ടിയും ഡ്രൈവിംഗിനെ കുറിച്ച് എന്തറിയാം? ഒന്നാമത് വലത്തോട്ട് ഇന്ത്യ ഇട്ടിട്ട് ഇടത്തേക്ക് ഓടിക്കണം. റൂട്ട് നോക്കിയാൽ മതി കേട്ടാ. എന്തുട്ടത് അജി മോളെടുത്ത് കുഴിയിലിട്ടൂലേ? നിനക്ക് ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റൂ? നീ എത്ര അടിച്ചിട്ടുണ്ട്? അതിനിതൊക്കെ ആരുണ്ടെന്ന് ആ കുടിക്കാത്ത ആരെങ്കിലും കിട്ടുമോ സജീവ? അല്ല നമുക്കിത് ജസ്റ്റ് ഒന്ന് തോളി താങ്ങിയല്ലേ വലിച്ച് കരക്കണം. ആരെ വിളിക്ക്. സനുണ്ട്, സനു കുടിച്ചിട്ടില്ല. അവനെ വിളിക്ക്. അവന് ലൈസൻസ് ഒന്നുമില്ല. ലൈസൻസ് ഒക്കെ അവൻ എന്റെ കൂടെ ടിപ്പറിലുണ്ടായിരുന്നല്ലേ? വിളിക്കവനെ. ഈ ലൈസൻസ് ഒരു കാര്യം ചെയ്യും, നമ്മൾ 3 പേരല്ലേ? 3 പേർക്ക് കൂടി ഉണ്ണിളിയാ ഞാനേ ഇവിടെ ഒരു പടിഞ്ഞാറേപ്പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളിപ്പോ അങ്ങനെ വരോ? എന്താ നടക്കണത്? ഒന്നും പറയണ്ട. അത് വലിയ കഥയാണ്. ഞാൻ അമ്മക്ക് ചെറുതായിട്ടൊരു മോട്ടിവേഷൻ കൊടുത്തേണ്. എന്നെ വഴിയിലിറക്കി വിട്ട്. നീ അവിടെ തന്നെ നിന്നോട്ടാ. 3-3.5 മിനിറ്റ്. ഞാൻ തോളെ കയറ്റിട്ടുണ്ട്. സജീവാ അത് നടക്കില്ല. ചെക്ക വരട്ടെ. അളിയൊന്ന് കൈവച്ചാൽ സമയ സമയത്ത് അവരൊക്കെ ഓണം തണ്ടിക്കാൻ നിൽക്കും. അച്ഛാ ഞാൻ വണ്ടി എടുക്ക. നമ്മുടെ പെങ്ങളുടെ പേരിലുള്ള വണ്ടിയാണ്. സൂക്ഷിച്ചൊക്കെ ഓടിക്കണോട്ടാ. മതി മതി. ഓണാക്കടാ. അനിയ ബാക്കിൽ ഒരു വെച്ച ഇതിനി മുന്നോട്ട് പോകാൻ തോന്നില്ല ചേട്ടാ. ചാവി കേറുന്നില്ല. നീ വന്നിട്ടെ. കണ്ടാ കേറുന്നില്ല. കള്ളുടിച്ചോണ്ടാ നീ? ഏയ് കള്ളുടിച്ചില്ലേ? കൊറച്ച് ബീർ കഴിച്ചിട്ടുണ്ട്. കൊറച്ചുള്ളു. എന്തോരം? ഉല്ലാസ 2 രൂപ 3 രൂപ. നോണ പറഞ്ഞ നടക്കവൻ. ഓടാ സജീവ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടാ ഈ പഞ്ചായത്തില്? മനോജല്ലോ പറ്റിയ ആള്. മനോജേട്ടനാ. രാത്രി തേങ്ങ മോഷണം. ലേറ്റ് ആയോളിയാ? നീ കറക്റ്റ് ടൈമിൽ വന്നിട്ട്. ഇതെന്താ ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നത്? നീ അത് കണ്ടിട്ടെ. നമുക്ക് അമ്പിളി വീട് വരുന്ന പോണം. മനോജ് നീ എപ്പോ വരാന്നോട്ട് പോയേ? ചെന്തെങ്ങിന്റെ കൊല കിട്ടണ്ടേ അളിയാ? നിന്റെ അവിടേക്ക് ഇതാ ചെന്തങ്ങ്. നീ വണ്ടി എടുത്തേ. വന്നേ ആ സൈക്കിൾ നോട്ട് മാറ്റി വെച്ച് കേറ്. പിടിക്കണ പിടിക്കണ ബാഗിൽ പിടിക്കും. എന്റെ പുത്തങ്കാവിലമ്മേ.
എങ്ങനെയാ ഡെയിലി അടിയുണ്ടോ? ആ പലപ്പോഴും. ഇത് നല്ല പവറുള്ള സാധനമാണെന്ന് തോന്നണ്ടല്ലേ? എടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരൊറ്റ പെക്കടിച്ചു കഴിഞ്ഞാൽ ഒരു 2-2.5 പെക്കടിക്കുന്നതിന്റെ ഒരു എഫക്റ്റാ. പെട്ടെന്ന് അയ്യോ അടുത്ത മാറണം. 3-4 ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ കിടക്കും. അളിയൻ സാഗറേ, അളിയ ഞാനിത് ലൂബിക്കൊക്കെ ആയിട്ട് വന്നിരിക്കുക. നമുക്ക് അടിക്കണ്ടേ? എന്തൊട്ട് സാധനം നീ കൊണ്ടേ? അടിപൊളിയായിരുന്നല്ലേ? ഈ കല്യാണ വീട്ടിലെ സമാധാനങ്ങൾ എന്തിനാ? എപ്പോ? അതിന്റെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ പോണേ. അത് കഴിഞ്ഞിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ടാ. അന്ന് അളിയൻ പോയിട്ട് വന്നിട്ട് നമുക്ക് അടിക്കാം. അടിക്കണല്ലേ? ഇപ്പൊ തന്നെ സമയം കുടുംബം ഉണ്ടാക്കണോട്ടാ. ശ്രദ്ധിച്ചോ നീ. നീ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ട് സജീവേട്ടാ നിങ്ങളെ തേങ്ങ എടുത്ത് ചമ്മന്തി അരച്ചോ. നമുക്ക് രാവിലെ സജീവ, എന്താ പ്രശ്നം? നീ കൊണ്ടുവന്ന സാധനം തന്നെ കൊള്ളാട്ടാ. ട്രിപ്പ് മിസ്സായല്ലോ. നീ സിംഗറിന്റെ കരിക്കും കൂട്ടി പറഞ്ഞ അടിക്കാം. അവന്മാരെ സാധനം അടിച്ച് തീർത്തെന്ന് തോന്നും. അതാണ് ഈ പ്രശ്നമല്ല. വീര്യം കൂടിയ സാധനം അടിച്ച് എല്ലാവർക്കും വട്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും തീർന്നല്ലേ? എന്റെ പൊന്നേട്ടാ, ഞാൻ ആ പിള്ളേരുടെ അടുത്ത് മര്യാദക്ക് അടിച്ചിട്ടിരുന്നല്ലേ? ഇപ്പൊ അതുമില്ല ഇതുമില്ല. ഇപ്പൊ വേറെ എങ്ങനെയാലും സംഘടിപ്പിക്കാനാ. പിന്നെ ഈ ക്രിസ്മസ് ആയിട്ട് ഇപ്പൊ എന്തുകൊണ്ട് സംഘടിപ്പിക്കാൻ? എവിടെ നിന്ന് കിട്ടാൻ? നീ ഒന്ന് അടങ്ങിക്കേ. നീ ഓസിന് മൂഞ്ഞാൻ വന്നവനല്ലേ? അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. അല്ല. ഈ ബിവറേജൊക്കെ എന്തിനാണോ രാത്രി 9 മണിയാകുമ്പോൾ അടയ്ക്കുന്നത്? എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല അമ്മ. അതല്ല, നമ്മൾ അവിടെ ചെന്നിട്ട് ഇവൾ അവനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട, വരണ്ടാന്നേ. അപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവല്ലോ. അവളെ വീട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് തിരിച്ചു പോരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആരോമലിന്റെ കാര്യം ആലോചിക്കണ്ടേ? എടി, വേറെ ഒരുത്തനെ മനസ്സിലുകൊണ്ട് നടക്കുന്ന ഒരുത്തിയുടെ കൂടെയാണോ എന്റെ മോൻ ഇനി ജീവിക്കേണ്ടത്? പറ. അതല്ല, എന്നാലും അതെ, എന്റെ മോനെ ഇവള് പോയ വേറെ പെണ്ണിനെ കിട്ടു. അത്രേ ഉള്ളൂ. അമ്മേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അവനെ തല്ലണം. അവൻ എന്നെ ചതിച്ചു. എടി കൊച്ചേ, നീ കൊറേ നേരെ ചതിച്ചു എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അവളോള് സുജിത്ത് വാസു. അമ്മ വെറുതെ ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യും. വണ്ടി അങ്ങോട്ട് ഒതുക്ക്. വണ്ടി ഒതുക്കുന്നേ. ഒതുക്കമ്മേ വണ്ടി. അമ്പിളി, നീ കാര്യങ്ങൾ ഞങ്ങളോട് കൃത്യമായിട്ട് പറ. അവൻ ചതിച്ചു ഇവൻ ചതിച്ചു എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ എന്താ നടന്നേന്ന് പറ. പറയാം, പക്ഷെ ചിലപ്പോ പറഞ്ഞു തീരുമ്പോ ഒന്ന് നേരം വെളുക്കും. കുഴപ്പമുണ്ടോ? നീ ആ നടന്ന കാര്യം എന്താന്ന് മാത്രം ഒന്ന് ചുരുക്കി പറ. പറയാം. ഞങ്ങൾ ഇഷ്ടത്തിലായിട്ട് ഏകദേശം ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. ഒരു ദിവസം അവൻ എന്നെ ഫോൺ ചെയ്തു. ആ പറ സുജി. എവിടെയത്? ഞാനേ ഇതിന്റെ വീടിന്റെ മുമ്പിലുണ്ട്. ഇവിടെയോ? നിന്റെ വീടിന്റെ ബാൽക്കണി ഇതന്നല്ലേ? അയ്യോ, പതുക്കെ വന്നാ മതി. എവിടെ? അയ്യോ എടാ, എന്താ ഇവിടെ? ആൾക്കാരും എല്ലാം കാണും. ഒന്ന് പോ. പെട്ടെന്ന് താഴേക്ക് വാ, സംസാരിച്ചിട്ട് പോവാ. എടാ, വീട്ടുകാരൊന്നും ഉറങ്ങിയിട്ടില്ല. നീ എന്താ പരിപാടിയെ കാണിക്കുന്നേ? ഇത്ര പേരെ വന്നല്ലേ, ഒന്ന് സംസാരിച്ചിട്ട് പോവാ. താഴേക്ക് പാടോ. എന്തിനാ? ഒന്ന് വാടോ. ഞാൻ അവിടെ പുറകിലുണ്ടാവും. നീ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യേ. ഞാൻ പയ്യെ അടുക്കള വാതില് വഴി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ വീടിന്റെ പുറകിലൊരു ചായപ്പില്ലേ, കണ്ടിട്ടില്ലേ ചായപ്പ്? അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരുടെ കയറി. എടാ, എന്താണ്? അച്ഛനമ്മയൊന്നും ഉറങ്ങിയിട്ടില്ല. ഇവിടുന്ന് വേഗം പോണം. ഇവിടെ ആരും വരാനൊന്നും പോകുന്നില്ല. എടാ, കാര്യം പറ നീ.
കാര്യം എന്തൊന്നും അറിയാത്ത പോലെ. ഹലോ, താൻ വരില്ലെന്ന് ഞാൻ വിചാരിച്ചത്. അതെനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. എന്നോട് എത്ര കാലമായിട്ട് ഞാൻ റൂം വയ്ക്കണേ. എന്തൊരു ശബ്ദം കേട്ടില്ലേ നീ? ഞാൻ കണ്ടില്ല നീ. ഏയ്, അവിടെ നിന്ന് ആരുമില്ല. സുജിത്ത്, എനിക്ക് പേടിയാവുന്നു. ഞാൻ പോയി നോക്കാം. അയ്യോ പോലെ, എനിക്ക് പേടിയാവുന്നു. കുഴപ്പമില്ലടി, ഞാൻ നോക്കാം. എന്റെ കാര്യം എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. കാണില്ലോ, നിങ്ങൾ കൊള്ളാണ് ഈ പറയണേ. കൂടെ വന്നാ മതി. വാടി. ചേട്ടാ, അവിടെ ആരോ ഉണ്ട്. അവിടെ ആരോ ഉണ്ട്, ഞാൻ കണ്ടതാ. നോക്ക്. ഇതാണ് പരിപാടിയില്ലേ? സുധേട്ടോ, ഒന്ന് വേഗം വാ. എന്തൊരു ബഹളം കേട്ട്? ഞാനും കേട്ടു. അല്ല, നീ എന്താ ഇവിടെ? ഞാനും ബഹളം കേട്ടു. നമുക്ക് പോയിട്ട് നോക്കിട്ട് വരാം. വാ, അളിയാപ്പോ വണ്ടി അതവിടെ ഇരിക്കട്ടെ. വാ. തന്നപ്പടി വരുന്നുണ്ടല്ലോ. എല്ലാവരും ഉണ്ടോ? ഇപ്പൊ ആദ്യരാത്രി നേരത്തെ ഇവളുടെ അടുത്ത് ഒരുത്താൻ ഇറങ്ങി ഓടിട്ടുള്ളൂ. ഇപ്പൊ സുധേട്ടോ എല്ലാം അറിയുന്നുണ്ടാ? ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടില്ല, എനിക്കൊരു സംശയം. നിന്നോട് ആരെങ്കിലും ഈ മുറിയിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോടി? കണ്ടാ പറയാൻ എന്താ നിന്നെ നാക്കിറങ്ങിപ്പോയോ? അന്ന് അവിടെ കൂടിയ നാട്ടുകാരുടെ കൂട്ടത്തില് അവനെ കണ്ടത് അതെനിക്കൊരു ഷോക്കായിരുന്നു. അവനൊന്നും മിണ്ടാതെ, ഒന്നും അറിയാത്തവനെ പോലെ അവിടെ നിന്ന് പോയി. അവൻ പോയി അങ്ങ് ദൂരെ പോയി. ഇതുപോലൊരു ഊളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.